ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. തൃത്താല കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നിന്ന് മലപ്പുറത്തെ കുറ്റിപ്പുറത്ത് വേഗത്തിൽ എത്തിച്ചേരാം എന്നതോടൊപ്പം ഇരുഭാഗങ്ങളിലെയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്നുമുള്ള പദ്ധതിയാണിത്. കാവടിയും വാദ്യമേളങ്ങളും ഘോഷയാത്രയും ഒക്കെയായി ഉത്സവാന്തരീക്ഷത്തിലാണ് ഉദ്ഘാടനം നടന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 118 കോടി രൂപ വിനിയോഗിച്ചാണ് പാലക്കാട് മലപ്പുറം ജില്ലകൾ ബന്ധിപ്പിച്ച് തൃത്താല ആനക്കരയിൽ കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി പൂർത്തീകരിച്ചത്. കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ കുമ്പിടിയെ അടയാളപ്പെടുത്താനൊരുങ്ങുന്ന പദ്ധതി കൂടിയാണിത്. പാലക്കാട് മലപ്പുറം ജില്ലകളെ എളുപ്പത്തിൽ ബന്ധിപ്പിച്ച് ഗതാഗത ദുരിതത്തിനും പരിഹാരമാകും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യമന്ത്രി പ്രിയപ്പെട്ട ശ്രീ എം പി രാജേഷ്, സ്നേഹം നിറഞ്ഞ MLA ശ്രീ ആബിദ് ഹുസൈൻ കാങ്ങൾ, വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള നാട്ടുകാർ, വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നാടിന് സമർപ്പിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ നാട് വാങ്ങുന്നത് എന്നുള്ളതിൽ എനിക്ക് ഒട്ടും സംശയമില്ല. മലപ്പുറം പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നാടിനെ സമർപ്പിക്കപ്പെടുന്ന ഈ സന്ദർഭം ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന എല്ലാവരുടെയും ഒരു ചിരകാല അഭിലാഷത്തിൻ്റെ പൂർത്തീകരണവും കൂടിയാണ്. നമ്മുടെ നാടിന് ഇറിഗേഷൻ സൗകര്യം ഉണ്ടാകുക, കാർഷിക മേഖലയ്ക്ക് സഹായകമാകുന്ന നിലയിൽ കാർഷിക പുഷ്ടിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുന്ന ഈ മേഖലയിൽ ഏകദേശം 1200 ഹെക്ടർ ഭൂമിക്കാണ് ഇതുമൂലം പ്രയോജനം ലഭിക്കുന്നത്. മാത്രമല്ല, കുറ്റിപ്പുറം, ആനക്കര പഞ്ചായത്തുകളിലെ വെറുമൊരു പാലമോ റെഗുലേറ്ററുമായി കാണാൻ കഴിയാത്ത വിധത്തിൽ കുടിവെള്ളത്തിനും കൂടി പ്രശ്നപരിഹാരമാകാൻ സാധിക്കത്തക്ക നിലയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഏകദേശം 102 കോടി രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കപ്പെട്ടത്. കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി KIDC ആണ് ഇതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്ത് ഇന്ന് നല്ല നിലയിൽ ഈ പദ്ധതി നാടിനെ സമർപ്പിക്കപ്പെടുവാൻ സാധിക്കുന്ന അവസരം സംജാതമാക്കിയത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. പ്രിയങ്കരനായ മന്ത്രി ശ്രീ MP രാജേഷ്, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രിയപ്പെട്ട MLA, അതോടൊപ്പം ആ നാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ, സർവോപരി എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമുക്കിത് നല്ല നിലയിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. ഞാൻ എല്ലാവിധമായ ആശംസകളും ഈ സന്ദർഭത്തിൽ നേരട്ടെ. നേരിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് ആ നാടിൻ്റെ സന്തോഷത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് പ്രിയ സുഹൃത്ത് ശ്രീ MP രാജേഷ് ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ എന്നോട് സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് മണ്ഡലത്തിലും ജില്ലയിലുമായി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ടാണ് നേരിൽ വരാൻ സാധിക്കാതെ വന്നത്. എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഈ നാടിന് സമർപ്പിക്കപ്പെടുന്ന വേദിയിൽ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ MP രാജേഷിനോടുള്ള നന്ദി കൂടി ഞാൻ കടപ്പാടും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ സഹായവും പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആവശ്യമായ സഹകരണവും പ്രിയപ്പെട്ട MLAയും അതോടൊപ്പം തന്നെ മന്ത്രിയും നാട്ടുകാരും ചേർന്ന് നൽകി എന്നുള്ളതാണ് ഏറ്റവും കാണേണ്ടതായിട്ടുള്ള സന്തോഷകരമായ കാര്യം. എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിക്കട്ടെ. നന്ദി. മന്ത്രി MP രാജേഷ് അധ്യക്ഷനായി. P മമ്മിക്കുട്ടി MLA, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, VK പ്രജീഷ്, K തിലകൻ, K ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. 29 ഷട്ടറുകളാണ് റെഗുലേറ്ററിന് ഉള്ളത്. പാലത്തിൻ്റെ മുകളിൽ ഇരുഭാഗത്തുമായി 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും കൈവരികളും ഒരുക്കിയിട്ടുണ്ട്. 418 മീറ്റർ നീളം വരുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 11 മീറ്റർ വീതിയുണ്ട്. കുമ്പിടി ഭാഗത്ത് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി റോഡ് നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. ജലസേചനത്തിൻ്റെയും കുടിവെള്ള വിതരണത്തിൻ്റെയും പ്രവർത്തനങ്ങൾ 93% പൂർത്തീകരിച്ചു. കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയിലൂടെ 5 കിലോമീറ്റർ പരിധിയിൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്നാണ് പ്രതീക്ഷ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.